അല്ലിക്കുട്ടൻ ദേ വീണ്ടും എത്തിയിട്ടുണ്ട്. അല്ലിക്കുട്ടൻ ദേ രാത്രി ചേച്ചിമാരുമായിട്ട് കളിക്കുന്നെന്ന് പറഞ്ഞ വീഡിയോ ആണിത്. അല്ലിക്കുട്ടനും ചേച്ചിമാരും ദേ ബോളൊക്കെ എറിഞ്ഞ് കളിക്കുവാണ്. ചേച്ചിമാര് ബോൾ എറിഞ്ഞു കൊടുക്കും, അല്ലിക്കുട്ടൻ പോയി എടുത്തോണ്ട് വരും. അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പൂച്ചയെ കണ്ടപ്പോഴത്തേക്കിന് അല്ലിക്കുട്ടൻ ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞത്. ഞാനും വെല്ലിച്ചയും അച്ചയൊക്കെ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. അല്ലിക്കുട്ടന്റെ കളിയൊക്കെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് അല്ലിക്കുട്ടൻ ഇറങ്ങി ഓടിയത്. പൂച്ചേനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ നിൽക്കുകയല്ലോ കേട്ടോ, അവൻ അങ്ങനെ ഇറങ്ങി ഓടും. അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ വീഡിയോയിൽ. അപ്പൊ ഞാൻ ആ വീഡിയോ കാണിക്കാന്ന് പറഞ്ഞില്ലായിരുന്നു, ഇവര് കളിക്കുന്നതും പിറ്റേ ദിവസം ഞാൻ ഇവനെ ഡീഷില്ലാതെയൊക്കെ ഇറക്കിയ വീഡിയോ ഒക്കെ കാണിക്കാന്ന് പറഞ്ഞില്ലായിരുന്നു. ഇനി ആ വീഡിയോ കാണിക്കാന്നോർത്ത് വന്നതാണേ. ഇത് രാത്രിയിലത്തെ വീഡിയോ ആണ്. അവിടെയൊക്കെ ഇരുട്ട് കണ്ടോ, ഈ ഇരുട്ടത്തൂടെയാണ് അല്ലിക്കുട്ടൻ ഓടിപ്പോയത് കേട്ടോ. ഇനി ഞാൻ രാവിലത്തെ വീഡിയോ കാണിക്കാവേ. പിറ്റേ ദിവസം രാവിലെ അല്ലിക്കുട്ടനും ചേച്ചിമാരും കളിക്കുന്നതും അല്ലിക്കുട്ടൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും എല്ലാം കാണിക്കാവേ. ഇതാണ് പകല് അല്ലിക്കുട്ടനുമായിട്ട് കളിക്കുന്ന വീഡിയോ. അല്ലിക്കുട്ടൻ കണ്ടോ, പിന്നെ സന്തോഷത്തോടു കൂടി ബോള് കളിക്കുവാണ്. ചേച്ചിമാർ എറിഞ്ഞു കൊടുത്തതെല്ലാം എടുത്തോണ്ട് വരുക. ചേച്ചിമാർക്ക് കൊടുക്കത്തൊന്നുമില്ല കേട്ടോ, അവൻ എടുത്തോണ്ട് വന്ന് പിടിക്കുവുള്ളു. ചേച്ചിമാർ പിന്നെ പിടിച്ചു പേടിച്ചാ പിന്നെ എറിയുന്നത്. അവന് ഭയങ്കര സന്തോഷം കേട്ടോ ഇങ്ങനെ കളിക്കുന്നത്. നല്ല രസമുണ്ട് ഇവനിങ്ങനെ ഓടിച്ചാടി കളിക്കുന്ന കാണാനായിട്ട്. ലീഷൊന്നും ഇല്ലാതെ ഇവൻ ഓടുന്നത് കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അവനിങ്ങനെയൊക്കെ കളിക്കുന്നത് കാണുന്നത് ഞങ്ങൾക്കും സന്തോഷാ. അവനിങ്ങനെ കളിക്കുന്നത് അവനും ഇഷ്ടമാ. ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. നല്ല രസമില്ല അവന്റെ കളി കാണാനായിട്ട്. കണ്ടോ, അവൻ എന്നാ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അവൻ ഓടുന്നതും അവന് ഭയങ്കര സന്തോഷമാണ്. ചേച്ചിമാരോട് ഇപ്പത്തേ അവൻ മടുത്തതേ, അവൻ വെള്ളം വന്ന് കുടിക്കുക. ഞാൻ അകത്തുനിന്ന് എടുത്തോണ്ട് വന്ന അവൻ മടുത്തപ്പോഴത്തേക്കിന് കുറച്ച് വെള്ളം കുടിച്ചോട്ടെന്ന്. അവനിപ്പോ ഇച്ചിരി വെള്ളം കൂടി കുറവാ. അപ്പൊ ഞങ്ങൾ അവനെ അകത്തൂടെയൊക്കെ കുറച്ച് നേരമൊക്കെ ഇട്ട് ഓടിക്കും. ഓടിച്ചു കഴിയുമ്പോൾ അവൻ മടുക്കും. മടുത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കും കേട്ടോ. അങ്ങനെ ഇപ്പൊ അവനെ വെള്ളം കുടിപ്പിക്കുന്നു. അവൻ ഇച്ചിരി വെള്ളം കുടിക്കാൻ ഇപ്പൊ ഇച്ചിരി മടിയാ. നേരത്തെയൊക്കെ വെള്ളം പോയി കുടിച്ചോ പൊന്നെന്ന് പറയുമ്പോഴേ അവൻ ഓടിപ്പോയി കുടിക്കുമായിരുന്നു. ഇപ്പൊ അവൻ ഇച്ചിരി മടിച്ചനായിട്ട് മാറിയിരിക്കുക. ഇപ്പൊ ഇങ്ങനെ ഓടുവാണെങ്കിൽ കുറച്ച് മടുത്ത് കഴിയുമ്പോഴത്തേക്കിന് കുടിച്ചു. പിന്നത്തെ ബോളൊക്കെ കളിച്ച് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ അല്ലിക്കുട്ടന്റെ അതിലെ ഇതിലെയൊക്കെ നടക്കുക. ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ഇറക്കാറില്ല, അവന്റെ കാലേ ചെളിയൊക്കെ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പത്തെ അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് അശ്വതി അവിടെ വന്ന് വിളിക്കുന്നു. അതിനതേ അവൻ അശ്വതിയുടെ അടുത്തോട്ട് പോകാനായിട്ട് നോക്കുവാണേ. അശ്വതിയുടെ ഒച്ച കേട്ട് അവൻ പെരക്കകത്ത് നിന്ന് അശ്വതിയുടെ അടുത്തോട്ട് പോകാനായിട്ട് കിടന്ന് ബഹളം വെക്കും കേട്ടോ. അശ്വതി അവിടെ വീട്ടിലാരോടെങ്കിലും സംസാരിച്ചാൽ മതി, ഇവൻ ഓർക്കുന്ന ഇവനെ വിളിക്കുക ഏതാണ്ടാണെന്ന. അശ്വതിയുടെ ഒച്ച കേട്ട അന്നേരം തന്നെ ഇവൻ ജല്ലിക്കട ഇറങ്ങി നോക്കും. ഞാൻ ചുമ്മാ ഇവനെ പറ്റിക്കാൻ വേണ്ടി പൊന്നെ അശ്വതി ചേച്ചി എന്തിയെ അശ്വതി എന്നൊക്കെ ഞാൻ ചുമ്മാ വീട്ടിൽ അകത്ത് നിന്ന് വിളിക്കും. ഞാൻ വിളിക്കുമ്പോഴേ ഇവൻ അന്നേരം ഓടി കട്ടിലേക്ക് കയറി ജല്ലിക്കട നോക്കും അശ്വതിയോടെ നിപ്പുണ്ടോ എന്ന്. എവിടെയാ അശ്വതി ചേച്ചി? ചേച്ചി എവിടെ ഉണ്ടോ? ആ നോക്കിയാ ചേച്ചി ഉണ്ടോന്ന്. ഉണ്ടാ പന്നെ ചേച്ചി ഉണ്ടോ അവിടെ? ഇല്ലേ? അന്നെങ്കിൽ പോര്, ബാ നമുക്ക് പോകാം എന്നാ. ബാ ടാറ്റാ, അമ്മച്ചി പോവാണേ. കണ്ടോ അല്ലിക്കുട്ടൻ അശ്വതി ചേച്ചിനെ നോക്കിയിരുന്നത്. ഇതേ അശ്വതി ചേച്ചിനെ നോക്കിയിരിക്കുവല്ല കേട്ടോ, ഇത് പൂച്ചയെ നോക്കുക. അവിടെയും കണ്ട് എന്തോ ഒച്ച കേട്ട്, ഒച്ചയൊക്കെ കേട്ട് കഴിഞ്ഞെന്നാൽ അന്നേരം തന്നെ അവൻ ഇങ്ങനത്തെ ജനലിന്റെ ഇടയ്ക്കടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് എത്ര നേരം വേണേലും അവൻ ഇങ്ങനെ നിൽക്കും. എടാ നിന്റെ പെടലി ഒടിയൂടാന്നൊക്കെ പറഞ്ഞ് അവനെ ഞങ്ങൾ വിളിക്കും. പക്ഷെ അവനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവനതെല്ലാം കണ്ട് കാഴ്ചകളെല്ലാം അവൻ ഇതിലേക്കടെയാണ് കാണുന്നത് കേട്ടോ. ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പം ഞാനും അല്ലിക്കുട്ടനും കൂടെ ഇങ്ങനെ കട്ടിലെല്ലാം കയറി കടക്കും. അപ്പം കുറച്ച് എന്തേലും ഒച്ച കേട്ടെന്ന് അപ്പോഴേ അവൻ ഇങ്ങനെ ജനലിൽ ഇങ്ങനെ നോക്കി നിൽക്കും. ഇതിലെയാണ് അവൻ പൂച്ചേനെ വേറെ ഡോഗൊക്കെ വരുന്നതും ഒക്കെ കാണുന്നത്. ഇവനെവിടെ വന്ന് കുരയ്ക്കുമ്പോഴേ അതുങ്ങൾ ഓടി സ്ഥലം വിടും. അല്ലിക്കുട്ടൻ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനാണ് അതിലെ ഒരാൾ പോകുന്ന അല്ലിക്കുട്ടൻ കാണുന്നത്. അന്നേരം പിന്നെ അല്ലിക്കുട്ടൻ അതിനെ ഇട്ടുകൊണ്ട് പേടിപ്പിക്കും. അല്ലിക്കുട്ടന്റെ പേടിപ്പീര് കാരണം അവർക്ക് ഈ പരിസരത്ത് എങ്ങും അടുക്കാൻ പറ്റിയല്ല. ഇവൻ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കുമ്പോഴത്തേക്കിന് അതുങ്ങൾ അതിന്റെ ജീവനും കൊണ്ട് ഓടും. മഴ പെയ്തത് കൊണ്ട് ജനലെല്ലാം വെള്ളം കയറി കിടക്കുന്ന കണ്ടോ. അവിടെ നിന്ന് തൂളി അടിക്കുന്നുണ്ട്. അതൊക്കെ അല്ലിക്കുട്ടന്റെ മുഖത്തോട്ടൊക്കെ വീഴുന്നത്. അശ്വതിനെ കണ്ടേച്ച് വന്നതിന്റെ സന്തോഷമാണെന്ന് തോന്നുന്നു. അല്ലിക്കുട്ടൻ കടന്ന് ഓടുക മുറ്റത്തൂടെ കിടന്നുകൊണ്ട്. നമ്മള് പിന്നെ അശ്വതിനെ കണ്ട കാര്യം പറഞ്ഞപ്പം പിന്നെ അശ്വതിനെ ജനലിക്കട നോക്കുന്ന കാര്യമെല്ലാം പറയാനായിട്ട് പോയി. ഇത് അല്ലിക്കുട്ടൻ അശ്വതി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വന്ന കാഴ്ചയാണ്. അപ്പത്തേക്കിനെ അല്ലിക്കുട്ടന്റെ സന്തോഷം കൊണ്ട് കുറച്ചു നേരമൊക്കെ ഓടി. ഇവന്റെ ഈ ലീശില്ലാതെയുള്ള ഈ നടപ്പ് ഞങ്ങൾക്ക് പേടിയുണ്ട് കേട്ടോ. ഇവന്റെ അപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുവഴിയാണ് അവൻ അപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവൻ അപ്പുറത്തെ പറമ്പിലേക്ക് പോകാൻ അവനെ പിടിക്കാൻ വേണ്ടി ഞാൻ അവിടെ നിൽക്കുന്നത്. എന്നാലും അവൻ പോകുന്നൊന്നും ഇല്ല. അവൻ കുറച്ചു നേരമൊക്കെ കളിച്ചോണ്ടിരിക്കെ അതിലേതിലേക്കത്തെ ചുറ്റിപ്പറ്റി നടക്കുക.
അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഞാൻ അകത്ത് കയറി വിളിക്കും, അന്നേരം അവൻ വരും ഓടി. അങ്ങനെയായിരുന്നു അന്നത്തെ കളി. ഇത് അവിടെ നിൽക്കുക, പോണോ വേണ്ടോ എന്നൊക്കെ ആലോചിക്കുക. നേരം തിരിച്ചത് പുറത്തേക്ക് വന്ന് എന്ത് രസം നോക്കി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടുന്നത് കാണാനായിട്ട്. അപ്പൊ ഈ വീഡിയോ ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാന്നൊക്കെ പറഞ്ഞത് കേട്ടോ. അന്ന് ഞാൻ അതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് ഓർത്ത്, അന്നാലും ഒത്തിരി ലെങ്ത് ആയി പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് രണ്ടായിട്ട് ഇടാമെന്ന് ഓർത്തുകൊണ്ട് പിന്നെ ഇന്ന് ഇടാമെന്ന് വെച്ചത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇനി ഇവിടെ നിർത്തുവാണ്. ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ.